Okay, good evening. ഈ വീഡിയോയിൽ നമ്മൾ ഒരു FIR ഫിൽട്ടർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, യൂസിങ് വിൻഡോയിങ് ടെക്നിക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്, ഫണ്ടമെന്റൽ പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ഇച്ചിരി ടഫാക്കാനും പറ്റും. അത് അടുത്ത വീഡിയോയിൽ എങ്ങനെയാ കുറച്ച് ടഫുള്ള പ്രോബ്ലം എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഈ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ എ ലീനിയർ ഫേസ് FIR filter of length 7, cutoff frequency 1 radian per second using the rectangular window എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ലീനിയർ ഫേസ് FIR ഫിൽറ്ററിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് എത്ര ടഫായിട്ടുള്ള പ്രോബ്ലം ആയാലും ഇതൊക്കെയാണ് സ്റ്റെപ്സ്. ഈ കാണുന്ന സ്റ്റെപ്സ് ആണ്. ആദ്യം HD ഓഫ് ഒമേഗ, നമ്മൾ HD ഓഫ് ഒമേഗയുടെ ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇന്നലെ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ WR ഓഫ് ഒമേഗ നമ്മൾ പഠിച്ചായിരുന്നു. WR ഓഫ് ഒമേഗ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. WR ഓഫ് ഒമേഗ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഫേസ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഫേസ് ആണ്. ഓക്കെ, ഫേസ് എന്ന് പറയുമ്പോൾ e⁻j⁻m−1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ആ ഒരു ടേം ആണ് ഫേസ്. ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 1 നമുക്ക് അറിയാമായിരുന്നു റെക്ടാങ്കുലർ വിൻഡോയിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ ലീനിയർ ഫേസ് FIR ഫിൽട്ടർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ HD ഓഫ് ഒമേഗ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ബട്ട് അതിന്റെ ഫേസ് നമ്മൾ വന്നിട്ട് എന്താണ്, ഈക്വലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഫേസ് ഓരോ ഫ്രീക്വൻസി കോമ്പൗണ്ടിലും. അതാണ് ഈ ലീനിയർ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലീനിയർ ഫേസ് ആവുമ്പോൾ e⁻j⁻m−1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ ആ ഒരു ടേം നമ്മൾ ഈ 1ന്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഫേസ്. ഓക്കെ, അപ്പൊ ഇത് ലീനിയർ ഫേസ് FIR ഫിൽട്ടർ ആയിക്കോളും. സോ അപ്പൊ ഏത് FIR ഫിൽട്ടർ ആയാലും നമ്മൾ തുടങ്ങേണ്ടത് HD ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഈ ഒരു ടേം കൊണ്ടാണ്, e⁻j⁻ ഇൻറ്റു m−1 ഡിവൈഡഡ് ബൈ 2. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് obtain HD ഓഫ് n ബൈ ടേക്കിംഗ് ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അടുത്ത് നമ്മൾ ഈ HD ഓഫ് ഒമേഗാളെന്ന് HD ഓഫ് n കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ചുമതല. ഒമേഗാളെന്ന് n കിട്ടണമെങ്കിൽ ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം എടുക്കണം. അടുത്ത h ഓഫ് n ഇസ് ഈക്വൽ ടു നമ്മളിപ്പോ കിട്ടിയിരിക്കുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അത് വന്ന് നമ്മളൊന്ന് ഫൈനൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡോ ഈക്വേഷനോടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഈ HD ഓഫ് ഒമേഗ എന്റെ കയ്യിലുണ്ട്. ഇതാണ് ഫോർമുല. 1/2π ഇന്റഗ്രൽ ഓഫ് -ωc ടു +ωc HD ഓഫ് ഒമേഗ e⁻j⁻n dω. ഓക്കെ, സോ അപ്പൊ 1/2π ഇന്റഗ്രൽ ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി ωc എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. HD ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഈ ടേം ആണ്, e⁻j⁻n ഇൻറ്റു dω. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് HD ഓഫ് n നമുക്ക് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ 3 സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ലീനിയർ ഫേസ് FIR ഫിൽട്ടർ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് 1 HD ഓഫ് ഒമേഗ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്. ആ സെയിം സാധനം അങ്ങോട്ട് എടുക്കാം. എടുത്തിട്ട് എമ്മുക്ക് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ e⁻j⁻3ω കിട്ടും. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് HD ഓഫ് n കണ്ടുപിടിക്കണം. അതിന് ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം എടുക്കണം. സോ ആ ഫോർമുല ആണ് ഈ ഫോർമുല. 1/2π -ωc to +ωc HD ഓഫ് ഒമേഗ e⁻j⁻n dω. ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ് പറഞ്ഞിട്ടുണ്ട്, 1 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്നിട്ട് ഒരു ലോ പാസ് ഫിൽറ്ററോ ഹൈ പാസ് ഫിൽറ്ററോ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 റേഡിയൻ പെർ സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 ടു +1 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ആണ് പാസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് പാസ് ബാൻഡ് എന്ന് പറയുന്നത്, PB. ഓക്കെ, ഇത് മിനിമം ലിമിറ്റ്, ഇത് മാക്സിമം ലിമിറ്റ്. എപ്പോഴും ഈ -1 എന്നുകൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. ബട്ട് പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് 1 റേഡിയൻ പെർ സെക്കൻഡ് പറഞ്ഞ സ്ഥിതിക്ക് മിനിമം വാല്യൂ നമ്മൾ -1 ആണ് എടുക്കേണ്ടത്. ഇതെല്ലാം സ്റ്റോപ്പ് ബാൻഡ് ആണ് കേട്ടോ, ഇതെല്ലാം സ്റ്റോപ്പ് ബാൻഡ് ആണ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, സെയിം ഫോർമുലകളെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2π ഇന്റഗ്രൽ ഓഫ് -1 to 1 e⁻j3ω അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
into e raised to j omega n d omega. Okay, so அப்போ 1 by 2 pi integral of minus 1 to 1 e raised to j omega n minus 3 into d omega എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, n minus സോ അതെങ്ങനെ എഴുതുന്നത്? e raised to j omega ആണ് കോമൺ ആയിട്ട് എടുത്തു, e raised to j omega ആണ് കോമൺ ആയിട്ട് എടുത്തു. സോ ബാക്കിയുള്ളത് n minus 3 into d omega എന്ന് പറഞ്ഞ് എഴുതാം. സോ എഴുതിയിട്ട് ഇത് നമ്മൾ ഇതാണല്ലോ എച്ച് ഡി ഓഫ് എൻ. എച്ച് ഡി ഓഫ് എൻ ഇസ് ഇക്വൽ ടു സോ 1 by 2 pi നമ്മൾ ഇന്റഗ്രേറ്റ് ഈ എക്സ്പോണൻഷ്യൽ ടേം ഏതാ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ കിട്ടും. സോ അപ്പോൾ ഇ റൈസ് ടു ജെ ഒമേഗ എൻ മൈനസ് 3 ഡിവൈഡഡ് ബൈ ജെ എൻ മൈനസ് 3 ഒമേഗയുടെ കോഎഫിഷ്യന്റ്. സോ ഇതാണ് ഒമേഗ. സോ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ആയിട്ടാണല്ലോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഒമേഗ ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു ഒമേഗയുടെ കോഎഫിഷ്യന്റ് ജെ ഇൻറ്റു എൻ മൈനസ് 3 ആണ് വരുന്നത്. സോ ലിമിറ്റ് എന്താണ്? മൈനസ് 1 കൊണ്ട് 1 ആണ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ, ഈ 2j അകത്ത് വെച്ചിട്ട് പൈ ഇൻറ്റു എൻ മൈനസ് 3 ഞാൻ പുറത്ത് കൊണ്ടുവന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, സെയിം ഈക്വേഷൻ ആണ്. ആ ഈക്വേഷൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ജെ ഞാൻ പുറത്ത് കൊണ്ടുവന്നു, 2 അകത്ത് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. സോ 2j ജെ എന്നല്ല എൻ മൈനസ് 3 പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ പൈ ഇൻറ്റു എൻ മൈനസ് 3 പുറത്തുണ്ടാവും, ഈ 2 അകത്ത് കൊണ്ടുവന്നു ജെ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് ലോയർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റൈസ് ടു ജെ എൻ മൈനസ് 3 ഒമേഗാക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അപ്പൊ ഇ റൈസ് ടു ജെ എൻ മൈനസ് ഒമേഗാക്ക് പകരം മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ എൻ മൈനസ് ഡിവൈഡഡ് ബൈ 2j. അപ്പൊ ദിസ് ലുക്ക് ലൈക്ക് ദിസ് ഫോർമുല, റൈറ്റ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ജെ തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ 2j. സോ ഈ ഫോർമുലകളാണ് നമ്മൾ. അപ്പൊ ഈ പറഞ്ഞ ഹോൾ ടേം എന്ന് പറയുന്നത് സൈൻ ആണ്. തീറ്റക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? എൻ മൈനസ് 3 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഫുൾ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇസ് ഈക്വൽ ടു n നോട്ട് ഈക്വൽ ടു 3ക്കാണ് ഈ ഇക്വേഷൻ. എച്ച് ഡി ഓഫ് എൻ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എൻ മൈനസ് 3 ഇൻറ്റു സൈൻ ഓഫ് എൻ മൈനസ് 3 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ n നോട്ട് ഈക്വൽ ടു 3. ഓക്കെ, ഇവിടെ n ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയി പോകും. 0 ആവുകയുള്ള ഒരിക്കലും. അപ്പൊ n ഇസ് ഈക്വൽ ടു 3ല് എച്ച് ഡി ഓഫ് എന്നിന്റെ വാല്യൂ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെയിം ഈക്വേഷൻ മുകളിൽ കണ്ട ഈക്വേഷൻ ഉണ്ടല്ലോ, ആ ഈക്വേഷൻ ആ ഈക്വേഷൻ തന്നെ എടുക്കാം. n ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ ഇവിടെ n പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ റൈസ് ടു ജെ ഇൻറ്റു 0 കിട്ടും. സോ അപ്പൊ ഇ റൈസ് ടു എനിത്തിങ് ഇ റൈസ് ടു ജെ ഇൻറ്റു 0 എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്? 1 ഇൻറ്റു ഡി ഒമേഗ എന്ന് പറയുന്നത് ഡി ഒമേഗ ആണ് കേട്ടോ. സോ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോണ? ഇതാ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ഡി ഒമേഗ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ആണ്. ഒമേഗ ലിമിറ്റ് മൈനസ് 1 ടു 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് 1 മൈനസ് ഓഫ് ലോയർ ലിമിറ്റ്, അപ്പൊ പ്ലസ് 1 ആണ്. ഓക്കെ, സോ അപ്പൊ 2 എന്ന് പറഞ്ഞായിരിക്കും ഈ പറഞ്ഞ ഹോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഹോൾ സാധനം കിട്ടുന്നത് ഇറ്റ് ഗോസ് ടു ദ വാല്യൂ 2. അപ്പൊ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്? 1 by pi. റിസൾട്ട് 1 by pi ആണ്. ഓക്കെ ഓക്കെ സോ 1 by pi കാൽക്കുലേറ്റർ ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നതാണ് 0.318. ഓർത്ത് വെച്ചോളണം. മാക്സിമം പ്രോബ്ലത്തിൽ ഇത് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് n is equal to 3. ദാറ്റ് ഈസ് n is equal to ഏതാണോ വാല്യൂ ആ വാല്യൂല് 0.318 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി ഒരു ടാബുലർ കോളം ഫോം ചെയ്യണം. n എച്ച് ഡി ഓഫ് എന്റെ 2 കേസ് ഉണ്ട്. n നോട്ട് ഇസ് ഈക്വൽ ടു 3 ഒരു ഈക്വേഷൻ ഉണ്ട്. ഈ ഈക്വേഷൻ ആണ്. n ഇസ് ഈക്വൽ ടു 3 ഇതാണ് ആൻസർ. ഇത് രണ്ടത്തെയും ഓർത്ത് വെച്ചോണം. അതാണ് എച്ച് ഡി ഓഫ് എൻ. അടുത്ത ഡബ്ല്യു ആർ ഓഫ് എൻ. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കണം. എച്ച് ഡി ഓഫ് എന്നെയും വിൻഡോ സീക്വൻസിയും മൾട്ടിപ്ലൈ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എച്ച് ഡി ഓഫ് എൻ എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്.
WR ഓഫ് n എന്ന് പറയുന്നത് വിൻഡോ സിഗ്നൽ റെക്ടാങ്കുലർ വിൻഡോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെക്ടാങ്കുലർ വിൻഡോ എന്ന് പറയുമ്പോൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ 1 ആണ്, എപ്പോഴും 1 ആണ്. WR ഓഫ് n എന്നാ പറഞ്ഞിരിക്കുന്നത്, WR ഓഫ് ഒമേഗ അല്ല പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, അപ്പൊ HD ഓഫ് n ഇൻറ്റു WR ഓഫ് n ആണ്. WR ഓഫ് n എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 1 തന്നെയാണ്. പിന്നെ നമ്മൾ പഠിപ്പിച്ച മാതിരി സൈൻ ഓഫ് എന്നൊക്കെ പറഞ്ഞ ഒരു ടേം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഒന്നും വരില്ല. കാരണം WR ഓഫ് ഒമേഗ അല്ലല്ലോ, ഇവിടെ WR ഓഫ് n ആണല്ലോ. അപ്പൊ എല്ലാം 1 ഇവിടെ എഴുതി. ഇവിടത്തെ ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സോ HD ഓഫ് n കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് n is equal to 0 1 divided by pi into 0 minus 3 sin of 0 minus 3 കാൽക്കുലേറ്ററിൽ പോയി കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് ഈ ആൻസർ. അതേമാതിരി n is equal to 1 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 divided by pi into 1 minus 3 sin of 1 minus 3. സോ അതിന്റെ ആൻസർ ആണ് ഈ ആൻസർ. സോ ഒന്ന് കാൽക്കുലേറ്ററിൽ പോയി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ആണ് ഈ ആൻസർ. സോ അത് ലൈക്ക് വൈസ് go for finding till the value of 6. ഓക്കെ, അതേമാതിരി WR ഓഫ് n ഇത് ഇങ്ങനെ കിട്ടി. ഇത് രണ്ടത്തെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ നോക്ക്, ഇതും സെയിം ആണല്ലോ, ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. അപ്പൊ ഇതെന്ത് ഫിൽട്ടർ ആണ്? സിമെട്രിക് ഫിൽട്ടർ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ. അപ്പൊ കാൽക്കുലേറ്ററിൽ പോയി ഒന്ന് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം ഇത് എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നത്. കാൽക്കുലേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ കൊണ്ടാണ് ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ എത്തുന്നില്ല കേട്ടാ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടാ. സോ ഇപ്പൊ ഈ സെയിം പ്രോബ്ലം തന്നെയാണ്. ബട്ട് സപ്പോസ് വേറെ എന്തെങ്കിലും വിൻഡോ ചോദിച്ചു കഴിഞ്ഞാലോ എങ്ങനെയാ ചെയ്യേണ്ടത്? സോ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ ഇതിനകത്ത് നമ്മൾ കാണുന്നത് റെക്ടാങ്കുലർ വിൻഡോ ആണെങ്കിൽ WR ഓഫ് n എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പൊ ഹാനിങ് വിൻഡോ ആണെങ്കിൽ ഇതാണ് ഫോർമുല. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ആ ടേബിളില് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഈ പറഞ്ഞ ഈക്വേഷൻ കൊണ്ട് നമ്മൾ Wന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതേമാതിരി ഹാമിങ് വിൻഡോ എന്ന് പറയുന്നത് ഈ ഫോർമുല ആണ്. ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിച്ചു. നാലാമത്താണ് ബെർട്ട്ലെറ്റ്, അല്ലെങ്കിൽ ഇതിന്റെ പേര് ട്രയാങ്കുലർ എന്ന് പറയും. സോ അതിന്റെ ഫോർമുല ആണ്. ഇതിനകത്ത് എല്ലാത്തിനും n എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. n എന്ന് പറയുന്നത് 0 നിന്ന് m-1. നമ്മുടെ ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 നിന്ന് 6 വരെയാണ് നമ്മൾ n-ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഏട്ടാ, അതേ ഇവിടെ ഈ ടാബുലർ കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും 7 ആണ് മൊത്തം ഫിൽറ്ററിന്റെ ലെങ്ത്. അപ്പൊ 0 നിന്ന് 6 വരെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. 0 1 2 3 4 5 6 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ വേരിയസ് വിൻഡോസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിക്കും. ഓക്കെ, റെക്ടാങ്കുലർ വിൻഡോക്ക് പകരം ഞാൻ ചിലപ്പോൾ നാളെ പരീക്ഷയിൽ ഹാനിങ് വിൻഡോ അല്ലെങ്കിൽ ഹാമിങ് വിൻഡോ എന്ന് ചോദിക്കും. ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചിട്ട് അതനുസരിച്ച് ഈ വിൻഡോ ഈ കോളം ഉണ്ടല്ലോ, ഈ കോളം വാല്യൂ നമുക്ക് മാറ്റി എഴുതണം. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ ഈ വാല്യൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്.